Let's look at Acts chapter 20 once again. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. It's a common expression used by a number of Christians when they say in verse 26, I'm innocent of the blood of all men. പല ക്രിസ്ത്യാനികളും സാധാരണ ഉപയോഗിക്കാറുള്ളതായിരിക്കുന്ന ഒരു പദപ്രയോഗമാണിത്. ഞാൻ ആരുടെയും രക്തം സംബന്ധിച്ച് കുറ്റക്കാരനല്ല എന്നുള്ള നിലയിൽ. They give a tract to somebody and say, well, his blood is not on my hands now if he doesn't get saved. രക്ഷിക്കപ്പെടാത്ത ഒരാളിന് ഒരു ക്രിസ്തീയ ലഘുലേഖ കൊടുത്തതിന് ശേഷം പുറമെ പറയുകയോ മനസ്സിൽ പറയുകയോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇനിയും ആ വ്യക്തിയുടെ രക്തത്തെക്കുറിച്ച് എനിക്ക് ഉത്തരവാദിത്തമില്ല. There are many people who do evangelism in order to be free from the blood of all men. മറ്റുള്ള മനുഷ്യരുടെ രക്തത്തിനെ കുറിച്ച് കർത്താവ് ദൈവം ചോദിക്കാതിരിക്കേണ്ടതിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുന്ന ധാരാളം പേരുണ്ട്. There are people who make others feel guilty that his blood is going to be on your hands if you don't give him the gospel. ചില സുവിശേഷകരുണ്ട്, ക്രിസ്ത്യ നേതാക്കന്മാരുണ്ട്, തങ്ങളുടെ കേൾവിക്കാരെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നവര്. നിങ്ങൾ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അവരുടെയൊക്കെ രക്തം ദൈവം നിങ്ങളോട് ചോദിക്കും. Most believers don't question these things. മിക്ക വിശ്വാസികളും തിരുവചനം വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകളെ ചോദ്യം ചെയ്യാറില്ല. And if you don't question everything you hear, you can sometimes believe something which is not in the Bible. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശോധന ചെയ്യുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നാം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. And particularly when people quote a verse and it's taken out of context or not properly quoted. പ്രത്യേകിച്ചും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഏതെങ്കിലും ഒരു ദൈവവചനം ഒരാൾ ഉദ്ധരിക്കുമ്പോൾ ആ വസ്തുതയെ നാം ചോദ്യം ചെയ്യണം. If I give a tract to somebody because I want to be free from his blood, I'm not really serving God the way he wants me to. വീണ്ടും ജന്മം പ്രാപിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രക്തം കർത്താവ് എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ ഒരു ലഘുലേഖ കൊടുക്കുകയാണെങ്കിൽ, that is, I'm not interested in his salvation, I'm interested in myself then. അങ്ങനെ പറയുന്നവർ നമ്മോട് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആ വ്യക്തി ഏത് വിധേനയെങ്കിലും ദൈവരാജ്യത്തിൽ കാണണം എന്നുള്ളതിനേക്കാൾ അധികം ഞാൻ രക്ഷപ്പെടണം, ദൈവം എന്നോട് ചോദിക്കരുത്, ഈ ഒരു സ്വാർത്ഥ താല്പര്യമാണ്. We are condemning people. Your blood is not on my hands, your blood is not on my hands. നമ്മൾ ആ നിലയിൽ ട്രാക്റ്റുകളും മറ്റു സുവിശേഷ പ്രതികളും കൊടുത്തു പോകുമ്പോൾ, സ്നേഹിത, നിന്റെ രക്തം ഇനി ദൈവം എന്നോട് ചോദിക്കയില്ല, ഞാൻ അതിൽ നിന്ന് ഫ്രീ ആയിരിക്കുന്നു, ഈ ഒരു മനോഭാവത്തോടെയാണോ നാം അത് ചെയ്യുന്നത്? God did not send his son into the world to condemn the world. കർത്താവ് യേശു പറഞ്ഞ വചനം ഓർക്കുക, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ കുറ്റം വിധിക്കുവാനല്ല. But notice here where, in what context Paul says these words. പൗലോസും ഇപ്പോൾ പറഞ്ഞ അതേ വചനം പറയുന്നുണ്ട്. എന്നാൽ പൗലോസ് ഈ വചനം ഉദ്ധരിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ശ്രദ്ധിക്കുക. I want to say, he says, that I'm innocent of the blood of all men because I declare to you the whole purpose of God. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും നിങ്ങളോട് അറിയിച്ച് തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചുപോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. See, that's like if somebody gave me 100 rupees to give someone and I gave him only 25 rupees. I'm in debt to him. ആരെങ്കിലും ഒരാള് മറ്റൊരാളിന് കൊടുക്കുവാനായി ഒരു 100 രൂപ എന്നെ ഏൽപ്പിക്കുകയും ഞാൻ അതിൽ 25 രൂപ മാത്രം കൊടുക്കുകയും ചെയ്താൽ ബാക്കി 75 രൂപയ്ക്ക് ഞാൻ കടക്കാരനാണ്. അതുപോലെയാണ്. Unfortunately, this is how the gospel is being preached today. നിർഭാഗ്യവശാൽ ഈ നിലയിലാണ് ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും അറിയിക്കാതെ ഭാഗികമായി സുവിശേഷം അറിയിക്കുന്ന പ്രവണതയാണ്. Every preacher who does not preach the full purpose of God is in debt still. ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും അറിയിക്കാതെ ഭാഗികമായി മാത്രം പറയുന്ന വ്യക്തി സുവിശേഷം സംബന്ധിച്ച് പിന്നെയും കടക്കാരനായി തുടരുകയാണ്. He is guilty of the blood of those people he is preaching to. അങ്ങനെയുള്ളവർ കടക്കാരായി തുടരുന്നു എന്ന് മാത്രമല്ല, നശിച്ചു പോകുന്ന അങ്ങനെയുള്ള വ്യക്തികളുടെ രക്തം സംബന്ധിച്ച കുറ്റക്കാരും ആണ് ദൈവസന്നിധിയിൽ. In that case, it's better not to preach at all. അങ്ങനെ ആണ് സ്ഥിതി എന്ന് വരികില് അംശമായ നിലയിൽ
പൂർണ്ണമല്ലാത്ത നിലയിൽ സുവിശേഷം അറിയിക്കാതിരിക്കുകയല്ലേ ഉത്തമം. We must read scripture carefully. അതുകൊണ്ട് ദൈവവചനം നാം വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കണം. I'm innocent, he said, of the blood of all of you because I have told you the whole counsel of God. എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരോട് പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും ഒന്നും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല, ഉത്തരവാദിയല്ല. Paul took his ministry very seriously. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ ഗൗരവബോധത്തോടെയാണ് പൗലോസ് എടുത്തത്. Notice in verse 31 how he declared this whole purpose of God. ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും ഏത് വിധത്തിലാണ് പൗലോസ് അറിയിച്ചത് എന്നുള്ളത് 31-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. He says, night and day for a period of 3 years I did not stop admonishing each one with tears. പൗലോസ് അവരുടെ ഇടയിലുള്ള തന്റെ മുൻകാല ശുശ്രൂഷയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ 3 സംവത്സരം രാവും പകലും ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നു, നിങ്ങളത് ഓർക്കണം. Paul would preach early morning before people went to work, and then late at night when they came back from work. അവരുടെ ജോലിക്ക് പോകുന്നതിന് മുൻപേ അവിടെയുള്ളതായിരിക്കുന്ന വിശ്വാസികളോട്, ദൈവമക്കളോട് രാവിലെ ദൈവവചനം പ്രസംഗിക്കുകയും രാത്രിയിൽ അവരുടെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും വീണ്ടും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. കുറഞ്ഞപക്ഷം As far as I know, he did this every day for 3 years. ഞാൻ വിശ്വസിക്കുന്നു തന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 3 വർഷം തുടർച്ചയായിട്ട് രാവിലെയും വൈകുന്നേരവും തുടർച്ചയായി ദൈവത്തിന്റെ ആലോചന അവരെ അറിയിച്ചുകൊണ്ടിരുന്നു. You work that out and you'll find it's about 2,000 sermons that Paul preached there in Ephesus. 3 വർഷം ദിവസം 2 പ്രസംഗം എന്ന നിലയിൽ കണക്ക് കൂട്ടിയാൽ 2000-ഓളം സന്ദേശങ്ങള് താൻ അവർക്ക് നൽകി പ്രസംഗിച്ചു എന്ന് നാം കാണും. And when he leaves them, അവരെ വിട്ട് പോകുന്ന സമയത്ത് notice what he tells them. അവരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. In verse 18, 18-ാമത്തെ വാക്യം, he says, you yourself know from the first day that I set foot in Asia how I lived with you. ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് എങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾ അറിയണം. How I served the Lord with humility, with tears and trials. വളരെ താഴ്മയോടും കണ്ണുനീരോടും അതുപോലെ യഹൂദന്മാരിൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ ഞാൻ എങ്ങനെയാണ് കർത്താവിനെ സേവിച്ചത്. He says in verse 20, I did not shrink from declaring to you anything that was profitable for you. 20-ാം വാക്യത്തിൽ തുടർന്ന് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഞാൻ ആയിരുന്നപ്പോൾ പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ പരസ്യമായി വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. And he says, verse 33, I did not want your money. I didn't want you to give me any clothes. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രങ്ങളോ ഞാൻ മോഹിച്ചിട്ടില്ല എന്ന് 33-ാം വചനത്തിൽ കാണുന്നു. In these 3 years, verse 34, I worked with my hands and supported myself and also the brothers who were with me. എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. Notice he doesn't tell them, do you remember that sermon I preached to you on righteousness? ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എഫെസോസിലെ മൂപ്പന്മാരോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്ന സമയത്ത് ഞാൻ പ്രസംഗിച്ച ആ ഗംഭീരമായ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെയല്ല ചോദിക്കുന്നത്. On different subjects. വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ എത്ര ഭംഗിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു, അങ്ങനെയൊന്നുമല്ല പറയുന്നത്. He preached 2,000 sermons and he doesn't refer to any of those sermons. കുറഞ്ഞപക്ഷം 2000 പ്രസംഗങ്ങളെങ്കിലും എഫെസോസിലെ സഭയിലെ താൻ പ്രസംഗിച്ചു കാണും. പക്ഷേ അതിലൊരൊറ്റ പ്രസംഗത്തെക്കുറിച്ച് പോലും അല്ല ഇപ്പോൾ ഓർപ്പിക്കുന്നത്. He says you may forget all those sermons. പൗലോസ് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ആ പ്രസംഗങ്ങളെല്ലാം മറന്നുവെന്ന് വന്നേക്കാം. But you have seen how I lived among you. എന്നാൽ ഞാൻ ഏത് വിധത്തിലാണ് നിങ്ങളുടെ ഇടയിൽ നിങ്ങളോടൊപ്പം ജീവിച്ചത് എന്നുള്ളത് നിങ്ങൾ ഓർക്കും. I was not like these other preachers who come to preach to you, Paul says. പൗലോസ് പറയുന്നതിന്റെ അർത്ഥം, മറ്റ് പലരും നിങ്ങളുടെ ഇടയിൽ വന്ന് പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്ത പോലെ അല്ല ഞാൻ ജീവിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. He said, I served the Lord, verse 19, with humility and I didn't take any money from you. പൗലോസിന് പറയുവാനുള്ളത്, സത്യസന്ധമായി പറയുവാൻ കഴിയുന്നത് എത്രയും താഴ്മയോടെ കണ്ണുനീരോടെ എന്ന് മാത്രമല്ല, നിങ്ങളുടെ വെള്ളിയോ പണമോ മോഹിക്കാതെ ഞാൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചാണ് നിങ്ങളുടെ ഇടയിൽ കർത്താവിനെ ഉയർത്തിയത്. In the new covenant, when we preach, it's not all the clever things we say that's important. പുതിയ നിയമത്തിന്റെ ഈ കാലഘട്ടത്തിൽ നാം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നാം പറയുന്നതായിരിക്കുന്ന
വിദഗ്ധമായ കാര്യങ്ങളല്ല ദൈവം വിലമതിക്കുന്നത്. That is old covenant. അത് പഴയ നിയമകാലത്തെ ശുശ്രൂഷയുടെ ലക്ഷണമാണ്. Old covenant they only had words. പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചവർ പോലും അവരുടെ വാക്കുകൾക്കായിരുന്നു പ്രാധാന്യം. See, for example, Deuteronomy. What a huge book full of Moses' sermons. ആവർത്തന പുസ്തകം നാം ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, വളരെ വിസ്തരിച്ച് ദൈവത്തിന്റെ ആലോചനയൊക്കെ മോശ അറിയിക്കുന്നതാണ് നാം The വായിക്കുന്നത്. whole book is almost full of sermons. ആ പുസ്തകം മുഴുവനും ഒരു ദീർഘമായ പ്രഭാഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. The words were important. ആ കാലത്ത് പ്രസംഗകന്റെ വാക്കുകൾക്ക് In the മുൻതൂക്കമുണ്ടായിരുന്നു. new covenant, it is the word made flesh in us. എന്നാൽ പുതിയ നിയമത്തിലെ ഒരു ശുശ്രൂഷകന്റെ പ്രസംഗത്തെ വ്യത്യസ്തമാക്കുന്നത് കേവലം വചനമല്ല, മറിച്ച് വചനം ജഡമായി തീർന്ന അവസ്ഥയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. Even if you're not a preacher, നിങ്ങളൊരു പ്രസംഗി ആയിരിക്കണമെന്നില്ല. if you have lived in a church or in a town in a fellowship for 2-3 years, നിങ്ങൾ വചനം ഒരിക്കലും അവിടെ പ്രസംഗിച്ചിട്ടില്ലെങ്കിലും ഒരു പട്ടണത്തിലെ സഭയില് ദൈവമക്കളോട് ഒരുമിച്ച് നിങ്ങൾ 2-3 വർഷക്കാലം ചിലവഴിച്ചെങ്കിൽ, when you go away, നിങ്ങൾ ഒരുപക്ഷെ സ്ഥലം മാറിയോ മറ്റെന്തെങ്കിലും കാരണത്താലോ അവിടെ നിന്ന് നിങ്ങൾ യാത്ര പറഞ്ഞു you പോകുമ്പോൾ should be able to say, you know how I lived among you for all these years. പൗലോസിനെ പോലെ നിങ്ങൾക്കും പറയുവാൻ കഴിയണം, സഹോദരന്മാരെ, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. You saw my life. Forget my sermons. You saw my life. എന്റെ പ്രസംഗങ്ങളും എന്റെ സാക്ഷ്യമോ ഒക്കെ നിങ്ങൾ മറന്നേക്കൂ, പക്ഷേ എന്റെ ജീവിതം, എന്നെ ഭരിച്ച ചിന്തകൾ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? And that is what hardly any preacher can talk about today. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിലെ പ്രസംഗകരില് മിക്കവാറും ആർക്കും തന്നെ ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു സാക്ഷ്യം പറയുവാൻ കഴിയുകയില്ല. Paul doesn't say a word about any of his sermons, really. തന്റെ ഒരൊറ്റ പ്രസംഗത്തെക്കുറിച്ച് പോലും പൗലോസ് ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല. He just says, I preach repentance and faith. That's all. പൗലോസ് പറയുന്നത്, ഞാന് മാനസാന്തരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും നിങ്ങളോട് സംസാരിച്ചു, The അത്രമാണ്. emphasis was on his life. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായി തന്റെ ജീവിതം, താൻ ഏത് വിധം അവരുടെ നടുവിൽ ജീവിച്ചു ദൈവത്തിന്റെ മുൻപാകെ, അതായിരുന്നു ഊന്നൽ നൽകിയ കാര്യം. The thing I want you to notice here is this. നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. There are lessons we can learn from here for ourselves. നമുക്ക് വേണ്ടി സ്വീകരിപ്പാൻ കഴിയുന്ന വിലപ്പെട്ട പാഠങ്ങൾ ഈ വേദഭാഗത്തുണ്ട്. Here is a godly man who came and lived there the life according to the way Jesus wanted him to live. യേശു തന്നെ കുറിച്ച് ആഗ്രഹിച്ച വിധത്തിൽ ആ സഭയിലെ വിശ്വാസികളുടെ മുൻപാകെ ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യൻ. Year after year after year, he poured out to them the whole truth of God. വർഷങ്ങൾ അവരുടെ ഇടയിൽ താൻ ജീവിച്ചപ്പോൾ തുടർമാനമായിട്ട് ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ അവരോട് ജീവിതത്തിലൂടെയും അറിയിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ മനുഷ്യൻ. And now see what is going to be the result of it. അതിന്റെ ഫലം എന്താണ് എന്ന് നോക്കുക. 3 years listening to the Apostle Paul. അപ്പോസ്തലനായ പൗലോസിനെ 3 വർഷം തുടർച്ചയായി ശ്രദ്ധിക്കുവാൻ ഭാഗ്യം Watching his ലഭിച്ച life. തന്റെ ജീവിതം അടുത്ത് നിരീക്ഷിക്കുവാനുള്ള അവസരം കിട്ടിയ ഒരു സഭ. To the elders, Paul says, I know what's going to happen when I leave this place. അങ്ങനെയുള്ള ഒരു സഭയില് ദൈവം എഴുന്നേൽപ്പിച്ച മൂപ്പന്മാരോട് പൗലോസ് ഒരു വിടവാങ്ങൽ സന്ദേശത്തിലൂടെ പറയുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയാം. Yeah, now he says, you sit here and nod your head and say it's a wonderful message and he's a godly man and all that. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ തലയാട്ടുകയും എത്ര ദൈവഭക്തനായ ഒരു മനുഷ്യൻ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. Verse 29. എന്നാൽ 29-ാം വാക്യം ശ്രദ്ധിക്കുക. I know that after I leave, all types of wolves will come into the midst of this flock. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. That means he says the standards that I maintained here will all disappear when I've gone. എഫെസോസിലെ സഭയില് ഈ ദൈവത്തിന്റെ മനുഷ്യൻ നിലനിർത്തിയിരുന്ന ദൈവികമായിരിക്കുന്ന നിലവാരത്തിന് ഇടിച്ചിൽ ഉണ്ടാകും, അതിന് വ്യത്യാസം വരുമെന്നാണ് താൻ മുൻകൂട്ടി പറയുന്നത്. How is it the wolves could not come in when Paul was there? പൗലോസ് അവിടെ ശുശ്രൂഷിച്ച കാലഘട്ടത്തില് ഒരു ചെന്നായ്ക്കും സഭയുടെ ഉള്ളിൽ വരുവാൻ കഴിയാതിരുന്ന എന്തുകൊണ്ടാണ്? Because Paul was a very strict leader. ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തയോടെ ഗൗരവമായ ശുശ്രൂഷ എടുത്തിരുന്ന ഒരു മൂപ്പനായിരുന്നു പൗലോസ്. He didn't want people who were half-hearted. പകുതി മനസ്സോടുകൂടി കർത്താവിനെ സേവിക്കുവാൻ വരുന്നവരെ താൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. Even a young man like John Mark, who came with Paul
who went away halfway through the missionary journey. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയില് തന്നോടൊപ്പം പകുതി ദൂരം വന്ന് ഈ യാത്ര ഉപേക്ഷിച്ചു പോയ മർക്കോസിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ പോലും തനിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. When Barnabas said, let's take him on the second journey. രണ്ടാമത്തെ യാത്രയില് തന്റെ കൂടെ പോയ ബർന്നബാസ് പറഞ്ഞു നമുക്ക് അവരെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് സമ്മതിച്ചില്ല. Said no, we don't want any of these half-hearted people. ആ സമയത്ത് മർക്കോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പകുതി മനസ്സോടെ കർത്താവിന് വേല ചെയ്യുന്നവനെ നമുക്ക് കൂട്ടേണ്ട എന്ന് പറയുവാൻ അവന് മടിയില്ലായിരുന്നു. And listen to this. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. Barnabas says, if you don't take him, I'm not going to come with you. ബർന്നബാസ് ഈ വിഷയത്തിന് മുമ്പിൽ പറഞ്ഞത് മർക്കോസിനെ കൂടെ നീ കൂട്ടാൻ സമ്മതിക്കുന്നില്ലെന്ന് വരികിൽ ഞാൻ നിന്നോടൊപ്പമില്ല. Paul says you can go, but I will not compromise my conviction. പൗലോസ് പറഞ്ഞു, ബർന്നബാസേ സഹോദര, നിനക്ക് പിരിയാം, എന്നാൽ ദൈവം എനിക്ക് നൽകിയ ബോധ്യത്തിൽ വിട്ടുവീഴ്ച വരുത്തുവാൻ ഞാൻ തയ്യാറല്ല. Where do you find people like that who can send off their co-workers and elders saying, if you're going to compromise, I'm not going to go along with you? ഒരുമിച്ച് വേല ചെയ്തിരുന്ന കൂട്ട് സഹോദരന്മാരെ പോലും ദൈവികമായ ആലോചനയിൽ വെള്ളം ചേർക്കുവാന് തുനിയുമ്പോൾ അവരോട് പിരിയുവാൻ മടിയില്ലാത്ത പൗലോസിനെ പോലെയുള്ള ദൈവഭൃത്യന്മാരെ ഇന്ന് എവിടെ കിട്ടും? That is how Jesus turned around to Peter and said, get behind me, Satan. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ഏറ്റവും അടുത്ത് സ്നേഹിച്ചിരുന്ന ശിഷ്യനായ പത്രോസിനോട് പറഞ്ഞില്ലേ, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാണ്. He was willing to lose Peter. Peter could have got offended and left. പത്രോസിന്റെ അടുപ്പം, തന്റെ സ്നേഹം, ബന്ധം ഒക്കെ നഷ്ടമാക്കുവാൻ തയ്യാറായിരുന്നു. Where God can find a man like that, അതുപോലെ ഉള്ള ഒരു മനുഷ്യനെ ദൈവത്തിന് കണ്ടെത്തുവാൻ who is not interested in pleasing people, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് അശേഷം താല്പര്യമില്ല, not interested in compromising his convictions just to hold on to some fellow elder. ആരെങ്കിലും നഷ്ടമായി പോകുമോ, കൂട്ടായ്മ വിട്ടുപോകുമോ എന്നുള്ള ഭയത്തിൽ തന്റെ ബോധ്യങ്ങളിൽ വെള്ളം ചേർക്കുവാൻ തയ്യാറല്ലാത്ത പൗലോസിനെ പോലെയുള്ളവര് എവിടെയുണ്ട്? A lot of people may say he's very strict and hard and all that. പലരും പറഞ്ഞേക്കാം, പൗലോസേ നീ വളരെ കർക്കശക്കാരനാണ്, കഠിന മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. See the result. എന്നാൽ അതിന്റെ പരിണത ഫലമായി എന്താ Not സംഭവിച്ചത്? one wolf could come inside in 3 years. എഫെസോസിലെ സഭയിൽ ഈ 3 വർഷക്കാലവും ഒരു ചെന്നായ്ക്ക് പോലും കടന്നു വരുവാൻ കഴിയാത്ത നിലയില് സഭ സുരക്ഷിതമായിരുന്നു. When Paul was there, they may have criticized him as being very strict. പൗലോസ് അവിടെ ശുശ്രൂഷിച്ച നാളുകളില് താൻ വളരെ കർക്കശക്കാരനാണ്, കഠിന മനുഷ്യനാണെന്നൊക്കെ അവർ വിമർശിച്ചു കാണും. But after he left and the wolves came and destroyed the flock, then they would have appreciated what Paul was like. പൗലോസിന്റെ വേർപാടിന് ശേഷം ചെന്നായ്ക്കൾ ദൈവസഭയില് ആട്ടിൻതോലും ധരിച്ച് കടന്നു വന്ന് ആകെ കുഴച്ചിലായപ്പോൾ അവര് ഓർത്തു കാണും പൗലോസ് പറഞ്ഞ ബുദ്ധി ഉപദേശം, അവന്റെ ശുശ്രൂഷയുടെ വലിപ്പം. Throughout Christian church history, we discovered that we appreciate a man of God only after he's dead and gone. ക്രിസ്തീയ സഭയുടെ ചരിത്രം ഉടനീളം പരിശോധിച്ചാൽ നമുക്കറിയാം, ദൈവം ഉപയോഗിച്ചിട്ടുള്ള ദൈവത്തിന്റെ മനുഷ്യരെയൊക്കെ സഭാജനങ്ങൾ അഭിനന്ദിച്ചിട്ടുള്ളതും അവരെ പുകഴ്ത്തിയതുമൊക്കെ അവരുടെ ശവസംസ്കാരത്തിന് ശേഷമാണ്. It's only after he's gone that they really discover what a valuable person he was. അവൻ രംഗത്ത് നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷമാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയത് അവന്റെ സാന്നിധ്യം എത്രയധികം സഭയെ ദൈവത്തിന്റെ വഴിയിൽ സൂക്ഷിച്ചു എന്നുള്ളത്. They thought it was very easy to keep the wolves outside till they tried to do it themselves. ആട്ടിൻകൂട്ടത്തെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ വെളിയിൽ നിർത്തുന്നത് എത്ര എളുപ്പമുള്ള കാര്യമാണെന്നാണ് അതുവരെ അവർ ധരിച്ചിരുന്നത്. And not only that, അത് മാത്രമല്ല, Paul says, I'll tell you what's going to happen after I go. ഞാൻ പോയതിനു ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മൂപ്പന്മാരോട് പൗലോസ് പറയുകയാണ്. Remember, these are the elders of the best church that Paul had planted. പൗലോസിനാൽ സ്ഥാപിതമായിരിക്കുന്ന ആ കാലത്തെ സഭകളിലെ ഏറ്റവും നല്ല സഭയെന്ന് പറയാവുന്ന എഫെസോസിലെ മൂപ്പന്മാരോടാണ് ഈ ബുദ്ധിപദേശം എന്ന് നാം മറക്കരുത്. He says, all of you elders who are so united now, as soon as I'm gone, you'll be fighting with each other for position and honor. ഞാൻ നിങ്ങളോടൊപ്പമുള്ള സമയത്ത് ഒരുമനപ്പെട്ട് ഒന്നായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പല വഴിക്ക് പിരിയാൻ പോകുകയാണ്. Their unity was because they feared Paul. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഐക്യം പൗലോസിനോടുള്ള ഭയം നിമിത്തമായിരുന്നു. They did not have a relationship with each other.
അവർക്ക് തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു, They കൂട്ടായ്മയില്ലായിരുന്നു. had a connection to Paul. They appreciated him. പൗലോസുമായിട്ടുള്ള ബന്ധം, പൗലോസിന്റെ നേതൃത്വം, അതിനെ അവർ വിലമതിച്ചിരുന്നു. അതാണ് അവർ ഒരുമിച്ച് നിർത്തിയത്. Once Paul was gone, പൗലോസ് രംഗം വിട്ടു കഴിഞ്ഞപ്പോൾ they couldn't get along with each other. അവർക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ, കൂട്ടായ്മയിലായിരിക്കാൻ കഴിയാത്ത അവസ്ഥ. And Paul says they would draw some people after them. പൗലോസ് മുന്നറിയിപ്പ് നൽകുകയാണ്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന ആളുകളുണ്ടാകും, നേതാക്കന്മാരുണ്ടാകും. This group will follow this elder and that group will follow that elder. പല കൂട്ടങ്ങളായി തിരിഞ്ഞിട്ട് ശേഷം ഒരു മൂപ്പനെ കുറെ വിശ്വാസികൾ അനുഗമിക്കും, മറ്റേ ഒരു കൂട്ടം വേറൊരു മൂപ്പന്റെ പിറകെ പോകും. ഇതൊക്കെ സംഭവിക്കും. In 2000 years of church history, this has happened again and again and again and again. കഴിഞ്ഞ 20 നൂറ്റാണ്ടിലെ സഭാചരിത്രത്തിൽ ദുഃഖകരമായിരിക്കുന്ന ഈ ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കാതെ പോകരുത്. It's happened to every single movement that God's raised up. ദൈവം ഭൂമിയിൽ എഴുന്നേൽപ്പിച്ച കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ എല്ലാ ആത്മീക മുന്നേറ്റങ്ങൾക്കും ഈ ദുഃഖകരമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. You know, if we study church history, we can learn from the mistakes of others. സഭാചരിത്രം ശ്രദ്ധിച്ചാൽ മറ്റുള്ളവർക്കുണ്ടായ പരാജയങ്ങൾ, വീഴ്ചകളിൽ നിന്ന് നമുക്ക് വിലപ്പെട്ട പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. I studied it for that purpose. ഞാൻ ആ ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ സഭകളുടെ ചരിത്രം പഠിക്കാൻ ആഗ്രഹിച്ചത്. Why did the work of Martin Luther, that started so well, decline so quickly? മാർട്ടിൻ ലൂതറിലൂടെ ദൈവം ആരംഭിച്ച നവീകരണത്തിന്റെ ശക്തി എത്ര വേഗമാണ് ആ അഗ്നി Or കെട്ടടങ്ങിയത്. John Wesley, mighty man of God, but by the time he died, the Methodist Church was all beginning to break ദൈവം apart. ഒരു കാലഘട്ടത്തിൽ എത്രയും ശക്തിയോടെ ഉപയോഗിച്ച ജോൺ വെസ്ലിയെ പോലുള്ള വ്യക്തി, ആ വ്യക്തിയുടെ മരണത്തിന് മുൻപ് തന്നെ ആ തീ കെട്ടടങ്ങി Or തുടങ്ങി. the Brethren Assembly. ബ്രദറൻ സമൂഹത്തെ കുറിച്ച് There were some fantastically godly men in the early days. ബ്രദറൻ പ്രസ്ഥാനത്തിന്റെ ആരംഭ നാളുകളില് അത്യധികം ദൈവഭക്തിയുള്ള അഭിഷക്തന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. I traveled the length and breadth of this country. I don't find that in today's Brethren Assembly. ഈ രാജ്യത്തിന്റെ നെടുകയും കുറുകയും പലതവണ യാത്ര ചെയ്തിട്ടുള്ള എനിക്ക് ഇന്നത്തെ ബ്രദറൻ സമൂഹങ്ങളിൽ ആ തരത്തിലുള്ളതായിരിക്കുന്ന ആത്മീയ തീഷ്ണതയോ നേതാക്കന്മാരെയോ കാണുവാൻ കഴിയുന്നില്ല. And the early Pentecostals were like that. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ആരംഭ നാളുകളിൽ അത്തരത്തിലുള്ള But not നേതാക്കന്മാരുണ്ടായിരുന്നു. today. എന്നാൽ ഇന്ന് അങ്ങനെയുള്ളവരെ എവിടെ കണ്ടെത്തും? The Salvation Army was a mighty move of God in England in 1800s. 1800 ശേഷമുള്ള കാലഘട്ടത്തിൽ വില്യം ബൂത്തിന്റെ നാളുകളില് ഇംഗ്ലണ്ടില് രക്ഷാസൈന്യം എന്ന് പറയുന്നത് എത്രയും ശക്തിയുള്ള ഒരു ആത്മീക മുന്നേറ്റമായിരുന്നു. Where is it today? എന്നാൽ ഇന്ന് രക്ഷാസൈന്യം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്? What is the reason? ഇതിന്റെയൊക്കെ കാരണം എന്താണ്? The same thing that happened to other people can happen to us. മറ്റുള്ളവർക്ക് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുവാൻ കഴിയുമെന്നുള്ളതായിരിക്കുന്ന ചിന്ത താഴ്മയോടെ നമ്മെ A ഭരിക്കട്ടെ. wise man will learn from the mistakes of others. ജ്ഞാനിയായ പുരുഷൻ മറ്റുള്ളവരുടെ വീഴ്ചകളിൽ നിന്ന് പഠിക്കുന്നവനാണ്. The foolish man will do it himself. എന്നാൽ ഭോഷനായ മനുഷ്യൻ അതേ തെറ്റുകൾ തന്റെ ജീവിതത്തിൽ ആവർത്തിക്കും. So I learned one thing. ഞാൻ ഒരു കാര്യം ഈ വിഷയത്തിൽ In പഠിച്ചു. all these movements, the founder knew God. ഈ പ്രസ്ഥാനങ്ങളെ ഒക്കെ നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ ഈ കാര്യങ്ങളുടെ തുടക്കത്തിന് ദൈവം ഉപയോഗിച്ച വ്യക്തി ദൈവത്തെ നേരിട്ട് അറിഞ്ഞ വ്യക്തിയായിരുന്നു. The followers knew the doctrine. എന്നാൽ തന്റെ അനുയായികൾ, തന്റെ ശിഷ്യവൃന്ദം, അങ്ങനെയുള്ളവരുടെ ശിഷ്യന്മാർ ശരിയായ ഉപദേശം മാത്രമേ They never changed the doctrine, the അവര് followers. ഉപദേശത്തെ ഒന്നും വേഗത്തില് മാറ്റിയില്ല. But they didn't know God എന്നാൽ like their leader. അവരുടെ നേതാവ്, ആത്മീയ നേതാവ് അറിഞ്ഞിരുന്ന അളവിൽ ദൈവത്തെ വ്യക്തിപരമായവർ അറിയാഞ്ഞതുകൊണ്ട് ഉപദേശം മാത്രം ബാക്കിയായി. You remember what the Pharisees said when they came to John for baptism, John the Baptist? സ്നാപകയോഹന്നാന്റെ അടുക്കൽ മാനസാന്തര സ്നാനത്തിനായി പരീശന്മാർ വന്നപ്പോൾ എന്താണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Our leader is Abraham. അവർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞങ്ങളുടെ He is ആത്മീയ our പിതാവ് father. അബ്രഹാമാണ്. John the Baptist says, what's you saying Abraham is your leader? യോഹന്നാൻ അവരോട് ചോദിക്കുന്നത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് വ്യർത്ഥവാക്കല്ലേ? That doesn't make you anything. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വിശേഷതയാണുള്ളത്? അബ്രഹാം നിങ്ങളുടെ പിതാവാണോ? Jesus looked at the children of Abraham and said, you're a generation of vipers. അബ്രഹാമിന്റെ സന്തതിയെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ സർപ്പസന്തതികളാണ്. They gloried in their attachment to a man of God.
ദൈവത്തിന്റെ ഒരു മനുഷ്യനോടുള്ളതായിരിക്കുന്ന അടുത്ത ബന്ധം, അതിൽ പ്രശംസിക്കുന്നവരായിരുന്നു അന്നത്തെ പരീശന്മാർ. We are connected to brother Abraham. സഹോദരൻ അബ്രഹാമിനോട് അടുത്ത ബന്ധമുള്ള ആത്മീക പൈതൃകമുള്ളവരാണ് ഞങ്ങൾ. അതിലാണ് അവർ ഊറ്റം കൊണ്ടത്. That can fool many people, but it couldn't fool John the Baptist. അത് കേൾവിക്കാർ പലരെയും ഒരുപക്ഷെ കബളിപ്പിക്കുവാൻ മതിയായ ഒരു പ്രസ്താവനയായിരിക്കാം. പക്ഷേ കർത്താവിന് വഴിയൊരുക്കിയ യോഹന്നാനെ കബളിപ്പിക്കുവാൻ ഈ വാക്കുകൾ കൊണ്ട് കഴിയുമായിരുന്നില്ല. We can glory in the fact that we belong to a church where we preach holiness, വിശുദ്ധിയും ദൈവത്തിന്റെ ആലോചനയും മറച്ചുവെക്കാതെ അറിയിക്കുന്ന ഒരു സഭയിലാണ് നാം എന്നുള്ളതിൽ നമുക്ക് പ്രശംസിപ്പാൻ കഴിയും. So these elders were associated with Paul. ഈ എഫെസോസിലെ മൂപ്പന്മാർ പൗലോസിനോട് വളരെ അടുത്ത ബന്ധമുള്ള ഒരുമിച്ച് പ്രവർത്തിച്ചവരായിരുന്നു. But they couldn't keep the wolves out of their church. എന്നാൽ പൗലോസ് രംഗത്ത് നിന്ന് മാറിയതിനു ശേഷം ചെന്നായ്ക്കളെ സഭയിൽ വരുന്നതിന് തടയുന്നതിൽ അവർ പരാജയപ്പെട്ടു. You can't keep the wolves out with a doctrine. ഒരു സത്യം നാം മറന്നു പോകരുത്. ആത്മീക ചെന്നായ്ക്കളെ ദൈവജനത്തിന്റെ കുഞ്ഞാടുകളുടെ ഇടയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ശരിയായ ഉപദേശം കൊണ്ട് കഴിയുകയില്ല. It's only if God is with you that the wolves will be afraid to come in. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ സഹോദരന്മാരെ ഈ തരത്തിലുള്ള ചെന്നായ്ക്കൾ വെളിയിലായിരിക്കും. The wolves are not afraid of doctrine. They're afraid of God. ഈ ചെന്നായ്ക്കൾ, ആട്ടിൻകുട്ടികളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കൾക്ക് ശരിയായ ഉപദേശത്തെക്കുറിച്ച് അവർക്ക് ഭയമൊന്നുമില്ല. എന്നാൽ ദൈവത്തെ അവർ ഭയപ്പെട്ടേ മതിയാകുകയുള്ളൂ. See, many of you are elders and you're connected to this church. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഈ ഒരു ആത്മീക മുന്നേറ്റത്തോടെ ബന്ധപ്പെട്ടിരിക്കുന്ന സഭകളിലെ മൂപ്പന്മാരാണ്. What is the similarity? Is it doctrine? നമ്മയൊക്കെ ബന്ധിപ്പിക്കുന്ന കാര്യം എന്താണ്? പൊതുവെയുള്ള കാര്യം എന്താണ്? ഒരേ ഉപദേശരൂപം നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണോ? That will not protect us from the wolves. ഒരു കാര്യം നാം ഓർക്കുന്നത് നല്ലതാണ്. ഭാവിയില് വരുന്ന ദിവസങ്ങളില് ചെന്നായ്ക്കളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുവാൻ ശരിയായ ഉപദേശത്തിന്റെ പൊരുത്തം കൊണ്ട് മതിയാകയില്ല. If you were to ask me what you should pursue, I would say pursue knowing God and knowing Jesus Christ. നിങ്ങൾ എന്നോടിപ്പോ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, സഹോദര, അങ്ങനെയാണെങ്കിൽ ഏത് വിഷയത്തിലാണ് ഞങ്ങൾ മനസ്സ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ ഞാൻ നിങ്ങളോട് പറയും, ദൈവത്തെ അറിയുന്ന കാര്യത്തിൽ നിങ്ങളുടെ മുഴുവൻ മനസ്സും വെക്കുക. See, for example, I can declare to you the whole counsel of God. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, up to 25 points. ഉദാഹരണത്തിന് നമ്മുടെ കോൺഫറൻസിന്റെ തീമായിരിക്കുന്ന ഈ വിഷയമുണ്ടല്ലോ, ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ 1, 2, 3 എന്ന് പറഞ്ഞ അക്കമിട്ട് എനിക്ക് ദൈവത്തിന്റെ ആലോചനകളെ നിരത്തിവെക്കുവാൻ കഴിയും. I can make a list of this is the difference between new covenant and old covenant. എനിക്ക് വേണമെങ്കിൽ പറയാം, ഒരു പട്ടിക ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. That looks like a nice table to contrast. This 1, 2, 3, 4, 5, 6. These are the differences between new covenant and old covenant. താരതമ്യം ചെയ്ത് പഠിക്കുകയും വളരെ നന്നായി നമുക്ക് പറയുകയും ചെയ്യാൻ കഴിയുന്ന ഒരു പട്ടികയാണ് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയിലെ പല വിഷയങ്ങളും തമ്മിലുള്ള വ്യത്യാസം. And you think you have understood it? നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ ഉടമ്പടിയുടെ രഹസ്യം മനസ്സിലായെന്നാണ്. You don't understand it. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. It's a doctrine you got. നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് ലഭിച്ചത് പുതിയ നിയമത്തിന്റെ ഉപദേശമാണ്. What is eternal life? നിത്യജീവൻ എന്ന് പറയുന്നത് എന്താണ്? തിരുവചനം എന്ത് പറയുന്നു? Eternal life is not a doctrine. Jesus said eternal life is to know God. John 17:3. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏക സത്യദൈവമായ നിന്നെ അറിയുന്നതാണ് നിത്യജീവൻ. Eternal life is not going to heaven. സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല നിത്യജീവൻ. It's not living forever. എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിത്യജീവൻ ലഭിച്ചു എന്ന് കരുതല്ലേ. You can say you have eternal life if you know God. നിങ്ങൾക്ക് വ്യക്തിപരമായി നിത്യജീവൻ ലഭിച്ചെന്ന് പറയാം. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു If you know Jesus Christ. അവന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ നിത്യജീവന്റെ ഉടമസ്ഥരാണ്. You know him personally as an intimate friend and your Lord. നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആത്മസ്നേഹിതനുമായിട്ട് യേശുവിനെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. You know, there are so many expressions people use to talk about their being saved. രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള വസ്തുത അറിയിക്കുവാനായിട്ട് പലതരത്തിലുള്ളതായിരിക്കുന്ന പദപ്രയോഗങ്ങൾ വിശ്വാസികൾ ഉപയോഗിക്കാറുണ്ട്. Some say I'm saved. ചിലർ പറയും ഞാൻ I'm രക്ഷിക്കപ്പെട്ടു. converted. ചിലർ പറയും ഞാൻ മാനസാന്തരപ്പെട്ടു. Or I've accepted the Lord. കർത്താവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്ന് മറ്റു ചിലർ പറയും. I became a Christian. ഞാൻ ഒരു ക്രിസ്ത്യാനിയായി എന്ന് വേറെ ചിലർ പറയും. Took baptism.
ഞാൻ സ്നാനപ്പെട്ടു, വിശ്വസിച്ച് സ്നാനപ്പെട്ടു എന്ന് മറ്റു ചിലർ പറയും. I was born again. ഞാൻ വീണ്ടും ജനിച്ചു I became എന്ന് a പലരും child of പറയും. God. ദൈവമകനായി മകളായി എന്ന് പറയും. I asked Jesus into my heart. So many ways people say. എന്റെ ഹൃദയത്തിലേക്ക് കർത്താവിനെ ഞാൻ സ്വാഗതം ചെയ്തു. വിവിധ നിലകളില് ഓരോരുത്തരും അവരുടെ മനസാന്തരത്തെ കുറിച്ച് പറയും. I personally believe that the best expression would be, I have come to know the Lord. എന്നാൽ എന്റെ വ്യക്തിപരമായ ബോധ്യം ഞാൻ പറയാം. പുതിയ ജനനമെന്ന് പറയുന്ന, ദൈവത്തിൽ നിന്ന് ജനനമെന്ന് പറയുന്ന ഈ അത്ഭുതകരമായിരിക്കുന്ന ഈ പ്രവൃത്തിക്ക്, ഈ അനുഭവത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ശൈലി എന്താണെന്നറിയാമോ? ഞാൻ കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതാണ്. That's what I ask people. How long have you known the Lord, brother? അതുകൊണ്ട് ഞാൻ പലരോട് ചോദിക്കാറുണ്ട് വ്യക്തിപരമായ സംഭാഷണങ്ങളിലെ, സഹോദര, എത്ര കാലമായി നിനക്ക് കർത്താവിനെ അറിയാൻ കഴിയുന്നു? There are so many people who say they are born again. പലരും പറയാറുണ്ട് അവർ വീണ്ടും ജനിച്ചവരാണെന്ന്. But when I talk to them, I don't sense that this chap knows the Lord. എന്നാൽ അവരോട് സംസാരിക്കുമ്പോൾ, അല്പസമയം ഒരുമിച്ച് ചെലവഴിക്കുമ്പോൾ, ആ വ്യക്തി കർത്താവിനെ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ബോധ്യം എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. They know some doctrines and they know some verses from which they say, I'm sure of my അവർക്ക് ദൈവത്തിന്റെ salvation. ചില വാക്യങ്ങളൊക്കെ അറിയാം, അവർക്ക് ചില ഉപദേശങ്ങൾ അറിയാം ശരിയായ നിലയിൽ തന്നെ. പക്ഷെ അവർ കർത്താവിനെ അറിയുന്നവരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. They don't know Jesus. യേശുവിനെ അറിയാത്ത, വീണ്ടും ജനിച്ചെന്ന് അവകാശപ്പെടുന്നവർ. That was the problem with those elders. എഫെസോസിലെ മൂപ്പന്മാരുടെ പ്രശ്നം അതായിരുന്നു. They didn't know the Lord like Paul knew. പൗലോസ് അറിഞ്ഞ നിലയില് ദൈവത്തിനായിരിക്കുന്ന യേശുവിനെ ഹൃദയത്തിൽ വ്യക്തിപരമായി അറിയാതിരുന്ന മൂപ്പന്മാർ. See, even the devil recognizes it. പിശാചിനും ആ കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നുള്ളത് നാം അറിയുന്നുണ്ട്. You remember one demon-possessed man told some people, Jesus I know and Paul I knew, but who are you? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിലെ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. സ്കേവായുടെ പുത്രന്മാരോട് അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി, അശുദ്ധാത്മാവ് അവനിലൂടെ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയാം, ഞങ്ങൾക്ക് പൗലോസിനെ അറിയാം, നിങ്ങൾ ആരാണ്? Will the devil say that to you? പിശാച് നിങ്ങളെ നോക്കിയിട്ട് ആ വിധത്തിൽ പറയുവാൻ ഇടയാകുമോ? Jesus I know. യേശുവിനെ Paul I know. എനിക്ക് അറിയാം, പൗലോസിനെ എനിക്ക് പരിചയമുണ്ട്, One or two other people I know. വേറെ ഒന്ന് രണ്ട് പേരെ കൂടെ എനിക്കറിയാം. But you, എന്നാൽ സ്നേഹിത, ദൈവത്തിന്റെ ദാസൻ എന്ന് വിളിക്കപ്പെടുന്ന നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ. you know, it's more important that the devil recognizes you കർത്താവിനെ than all the people in your church think you're a wonderful അറിയുന്ന spiritual person. അവകാശപ്പെടുന്ന സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, പിശാചും നിന്നെ അറിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. I would rather be recognized in hell than recognized on this earth. ഈ ലോകത്തില് വളരെ അറിയപ്പെടുന്ന ഒരുവനാകുന്നതിനേക്കാളും നരകത്തിൽ എന്നെ അറിയുന്നെങ്കിൽ അതിലാണ് എനിക്ക് താല്പര്യം. 1 Timothy chapter 6, Paul says, തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് ഇങ്ങനെയാണ് പറയുന്നത്. how do you understand this verse when you read it? നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? It says in verse 12, the middle, take hold of eternal life. 1 തിമോത്തിയോസ് 6:12 അതിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ നാം കാണുന്നു, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. Now, if you're telling an unbeliever that, I can understand. ഒരു അവിശ്വാസിയെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ വചനം പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പം. But how can Paul say that to the man who is his best co-worker, Timothy? അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും നല്ല സഹപ്രവർത്തകനായ തിമോത്തിയോസിനോടാണ് ഇത് പറയുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. നിത്യജീവനെ നീ മുറുകെ Supposing പിടിച്ചോ. I tell you, brother, take hold of eternal life. നിങ്ങൾ ഒരാളോട് ഞാൻ പറയുകയാണെന്നിരിക്കട്ടെ, സഹോദര, നിത്യജീവനെ മുറുകെ പിടിച്ചോണം, വിട്ടുകളയല്ലേ. What will you go home and do? Tell me. How will you obey that? ഞാൻ അങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ എങ്ങനെ ആയിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? What did you do when you came to this verse in the Bible? ഈ വചനം നിങ്ങൾ വായിച്ചിട്ടില്ലേ? നേരത്തെ മിക്കവരും വായിച്ചിട്ടുണ്ടാവും. ഇത് വായിച്ചപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്താ ചിന്തിച്ചത്? I know what you did. നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത് എനിക്കറിയാവുന്നേ. You went to the next verse. നിങ്ങൾ അടുത്ത വാക്യത്തിലേക്ക് വേഗത്തിൽ Okay, I finished verse 12. Let me go to verse 13. 12-ാം വാക്യം വായിച്ചു കഴിഞ്ഞു. ഇനി 13-ാം വാക്യത്തിലേക്ക് കടന്നു. You didn't understand one bit of what that verse 12 was talking about. 12-ാം വാക്യം എന്താണ് പറയുന്നതെന്നുള്ളത് ശ്രദ്ധിപ്പാൻ നമ്മൾ പലർക്കും കഴിഞ്ഞിട്ടില്ല. You know, there are times when my Bible reading stops with one verse, that's all. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ദൈവവചന വായന കേവലം ഒരു ഒറ്റ വാക്യത്തിൽ നിന്നുപോയി, ഒതുങ്ങിപ്പോയി.
I've stopped there. For എനിക്ക് many minutes I am in that പോകാൻ verse. കഴിയുന്നില്ല. അനേകം മിനിറ്റുകൾ ആ വചനത്തിൽ തന്നെ ഞാൻ And the തളച്ചിടപ്പെട്ടതുപോലെ. whole Bible reading for one day is one verse. ഒരു മുഴുവൻ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ വചനം പ്രസംഗിക്കുന്ന എന്റെ ബൈബിൾ പാരായണം ഒരൊറ്റ വചനത്തിൽ. Have you ever had an experience like that? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? Okay. Next morning I open the Bible. പിറ്റേ ദിവസം രാവിലെ ഞാൻ വായിക്കാനായിട്ട് ദൈവവചനം തുറക്കുകയാണ്. And again I'm at that verse. I can't go further. ആ വാക്യത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരുന്നു. എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. It's like this stoplight which is perpetually red on the road. അത് ഈ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോ ട്രാഫിക് ലൈറ്റ് I have to stop there. ഇടയ്ക്കിടയ്ക്ക് നിറം മാറത്തില്ലേ? ഇത് ഞാൻ വരുമ്പോഴൊക്കെ ചുമന്ന ലൈറ്റാ കത്തുന്നത്. എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. Then I know that God is trying to tell me something through that verse. എന്നെ എന്റെ വഴിത്താരിൽ തടഞ്ഞു നിർത്തുന്ന ഈ ചുമന്ന ലൈറ്റ് എന്നോട് എന്താ പറയുന്നത്? ദൈവത്തിന് എന്നോട് വ്യക്തമായി ചിലത് സംസാരിക്കാനുണ്ട്. If your passion is to lay hold of eternal life, to know God, you will stop and listen what God is trying to say to you. നിത്യജീവനം മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നത് ദൈവത്തെ അറിയുക, ദൈവത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണെങ്കിൽ നിനക്ക് വേഗത്തിൽ 13-ാം വാക്യത്തിലേക്ക് പോകുവാൻ കഴിയും. That is why I would say to you, don't rush through the Bible. Let the Bible go through you. അതുകൊണ്ടാണ് നേരത്തെ ഓർപ്പിച്ച പോലെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ തിരുവചനത്തിലൂടെ ഓടിച്ചു വായിച്ചു പോകരുതേ, മറിച്ച് ദൈവത്തിന്റെ ജീവനുള്ള വചനം നിങ്ങളിലൂടെ കയറി ഇറങ്ങട്ടെ, ഒരു പ്രവൃത്തി നിങ്ങളിൽ ചെയ്യട്ടെ. If you had read the Bible a little more slowly, you'd have been a much more spiritual man and woman today. നമ്മൾ പലരും ദൈവവചനം വായിക്കുന്നത് അല്പം കൂടെ സാവധാനത്തിലായിരുന്നെങ്കിൽ നാം ഇന്നായിരുന്നതിനേക്കാളും കുറച്ചുകൂടി ആത്മീയതയിൽ നമുക്ക് വളരുവാൻ കഴിഞ്ഞേനെ. And you would not be deceived by all these preachers around you. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ ശ്രദ്ധിക്കുന്ന അനേക പ്രസംഗരുടെ വാക്കുകളാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയില്ലായിരുന്നു. What is Paul saying? പൗലോസ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? Timothy, get to know God better. തിമോത്തിയോസ്, എന്റെ പ്രിയ സഹോദര, ദൈവത്തെ സാക്ഷാൽ ജീവനായിരിക്കുന്നവനെ കുറച്ചുകൂടെ അടുത്ത് അറിയുവാൻ മനസ്സുവെക്കുക. Get to know Jesus better. യേശുവിനെ കുറച്ചുകൂടെ നന്നായിട്ട് അറിയുന്നതിൽ നീ മനസ്സുവെക്കുക. See in chapter 2, 2 Timothy 2. തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരാം. Listen to this verse. ഈ വചനം ശ്രദ്ധിക്കുക. Verse 7. 7-ാം വാക്യം. Consider what I say, and the Lord will give you understanding in everything. ഞാൻ പറയുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. Paul says, no matter how hard I try, I will not be able to explain it to you, Timothy. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നോ? തിമോത്തിയോസെ, ഞാൻ എത്രയധികം പരിശ്രമിച്ചാലും ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം നിന്റെ ഉള്ളിലാക്കുവാൻ എനിക്ക് കഴിയത്തില്ല. It's not like explaining some geometry problem like a maths teacher. ഒരു കണക്ക് അധ്യാപകന് ജോമെട്രിയുടെ ഏതെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ അല്ലിത്. That he can explain on a blackboard, and if he's a good teacher, you got it. ഒരു നല്ല അധ്യാപകനാണെന്ന് വരികിൽ അല്പസമയം കൊണ്ട് ബ്ലാക്ക് ബോർഡില് അത്യാവശ്യ കാര്യങ്ങൾ എഴുതി വരച്ച് കാണിച്ച് ജോമെട്രിയുടെ ആ പുതിയ പാഠം നിങ്ങളെ പഠിപ്പിക്കുവാൻ. Paul was the most spiritual teacher of his time. തന്റെ കാലഘട്ടത്തിൽ ഏറ്റവും ആത്മികനായിരിക്കുന്ന അധ്യാപകനായിരുന്നു പൗലോസ്. And Timothy was the closest to him. തിമോത്തിയോസ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിച്ചിരുന്ന തന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിരുന്നു. And he tells Timothy, തിമോത്തിയോസിനോട് ഈ നല്ല അധ്യാപകനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. I'm sorry, I can't explain this to you. തിമോത്തിയോസേ, എനിക്കിതിനപ്പുറത്തോട്ട് വിശദീകരിച്ചു തരുവാൻ കഴിയുകയില്ല. If God sees your heart as longing after him, he will explain it all to you. ദൈവം അവിടത്തേക്കായിട്ടുള്ള നിന്റെ ഹൃദയത്തിന്റെ വാഞ്ച കാണുമ്പോൾ ആ ദൈവം തന്നെ നിനക്ക് കാര്യങ്ങളെ വ്യക്തമാക്കി തരും. This is the age when the Holy Spirit can speak to each of us personally. നാം ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കുവാനും നമുക്ക് വ്യാഖ്യാനിച്ചു തരുവാനും പരിശുദ്ധാത്മാവിന് കഴിയുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. See this verse in Daniel chapter 11. ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായത്തിലെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Speaking about the last days and the days of the Antichrist ruling the earth. ഈ കാലഘട്ടത്തിന്റെ അവസാന നാളുകളെ കുറിച്ച്, എതിർ ക്രിസ്തു ഇവിടെ വാഴുന്ന കാലത്തെക്കുറിച്ചാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. And he says in those days, ആ കാലത്തെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു. Verse 31, the Antichrist, the last part, will set up the abomination of desolation. 11-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. And with smooth words he will turn to godlessness those who act wickedly toward the covenant.
നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട്, അവൻ മൃദുവായ വാക്കുകൾ കൊണ്ട് വഷളാക്കും. But the people who know God in those last days, they will be strong and do great exploits for God. നാം ജീവിക്കുന്ന ഈ അന്ത്യനാളുകളെ കുറിച്ചാണ് ഇത് പറയുന്നതെന്നുള്ളത് മറന്നുപോകരുത്. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്നാണ് വായിക്കുന്നത്. And these people will have insight, verse 33, and they'll give understanding to many. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. And it says here about many who will fall away. എന്നാൽ അതോട് ചേർന്ന് തന്നെ അനേകർ വീണു പോകുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പുണ്ട്. Who are the people who are going to be able to stand strong in the last days and do great things for God? ഈ അന്ത്യനാളുകളില് ഉറച്ചു നിന്ന് കർത്താവിനായിട്ട് വീര്യം പ്രവർത്തിക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? Not those who accumulate knowledge. തലച്ചോറില് നിറച്ച് ദൈവവചനം കുത്തി നിറച്ച് അറിവ് വർദ്ധിപ്പിക്കുന്നവരല്ല. You know, Kerala has had a history of tremendous amount of Bible knowledge. കേരളത്തിലെ ആത്മീയതയുടെ ചരിത്രം പരിശോധിച്ചാൽ ദൈവവചന പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ദേശമാണിത്. There's no state in India where there are Bible teachers who make so many charts about the tabernacle and the tribulation and the second coming and all types of things. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും എനിക്ക് തോന്നുന്നില്ല നമ്മൾ മലയാളികളുടെ അധ്യാപകരെ പോലെ, ആത്മീയ അധ്യാപകർ, അവർ ചാർട്ടുകൾ ഉണ്ടാക്കി പടം വരച്ച് എത്ര മനോഹരമായി വിദഗ്ധമായിട്ടാണെന്നറിയാമോ പ്രവചന പുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. All these things are not making people more Christ-like. എന്നാൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വേദപഠന ക്ലാസുകളോ ചാർട്ടുകളോ ഒന്നും തന്നെ ആളുകളെ കർത്താവിന്റെ ഹൃദയത്തിൽ അടുത്തേക്ക് കൊണ്ടുവരുന്നില്ലെന്ന്. They're not making them more humble or more free from the love of money. ഇത്തരത്തിലുള്ളതായിരിക്കുന്ന തലച്ചോറ് വലുതാക്കുന്ന പഠനങ്ങൾ ഒന്നും തന്നെ വിശ്വാസികളെ കൂടുതൽ താഴ്മയുള്ളവരും കൃപയുള്ളവരും ആക്കി തീർക്കുന്നില്ല. And there is not an anointing and a freshness in the word they speak. അവർ സംസാരിക്കുന്ന വചനങ്ങളെല്ലാം അവരെടുക്കുന്ന ബൈബിൾ ക്ലാസുകളില് ദൈവത്തിന്റെ ഒരു അഭിഷേകമോ കർത്താവിന്റെ ആധികാരികതയോ കാണുന്നില്ല. The fire of God is not there. ദൈവത്തിന്റെ അഗ്നി അവരുടെ നാവിന്മേലില്ല, അവരുടെ ശുശ്രൂഷകളിലില്ല. Because they don't know God. കാരണം വളരെ ലളിതമാണ്, അവരറിവ് ഉള്ളിൽ നിറച്ചവരാണെന്ന് വരികിലും ദൈവത്തെ അറിയുന്നവരല്ല. Let me put it like this. ഞാൻ ഇങ്ങനെ പറയട്ടെ, If you know the Bible, you'll be a Pharisee. If you know God, you'll be like Jesus Christ. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ വേദപുസ്തകം ഇതിലെ അക്ഷരങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പരീശനാകുവാൻ കഴിയും. പക്ഷേ ദൈവത്തെ അറിയുന്നവരാണെങ്കിൽ നീ ഒരു വിശുദ്ധനായി തീരും. So you can either be a first-class Pharisee or a first-class disciple of Jesus Christ. ഒന്നിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം കിട പരീശനായി തീരാൻ പറ്റും, അല്ലെന്നുവരിൽ യേശുക്രിസ്തുവിന്റെ ഒരു ഒന്നാം തരം ശിഷ്യനായി തീരുവാനും നിനക്ക് സാധ്യതയുണ്ട്. So what is the whole purpose of God? ദൈവത്തിന്റെ മുഴുവൻ ഉദ്ദേശം എന്താണ്? ആലോചനയുടെ ഉദ്ദേശം എന്താണ്? You know, once when the disciples came to Jesus and said, what is God's purpose in marriage? ഒരിക്കൽ the Pharisees came. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ വിവാഹത്തിന്റെ ഉദ്ദേശം എന്താണ്? Does God permit divorce? Is it okay? ദൈവം വിവാഹമോചനം അനുവദിക്കുന്നുണ്ടോ? See, Moses gave a law saying that if somebody divorces, he can give a certificate and let her go. മോശ പറഞ്ഞല്ലോ ഒരു വിവാഹമോചന ചീട്ട് നൽകിയിട്ട് വിവാഹബന്ധം വേർപെടുത്താമെന്ന്. അത് ശരിയാണോ? ദൈവത്തിന്റെ ഇഷ്ടമാണോ? Jesus said that is because your hearts are so hard. യേശു നൽകിയ മറുപടി നാം ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഈ തരത്തിലുള്ള അനുവാദങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചത്. And that's in Matthew 19. And he said, if you want to know God's purpose in marriage, go back to the beginning. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിലാണ് യേശുവിന്റെ ഈ വചനങ്ങൾ നാം വായിക്കുന്നത്. യേശു തുറന്നവരോട് പറഞ്ഞു, ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതം അറിയണമെങ്കിൽ ആദ്യ നാളുകളിലേക്ക്, തുടക്കത്തിലേക്ക് നാം പോകണം. In everything, that is the principle. If you want to know God's purpose, go back to the beginning. ഏത് ആത്മീയ വിഷയത്തിലാണെന്ന് വരികിലും ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതം മുഴുവൻ ഇഷ്ടവും അറിയണമെന്ന് വരികില് തുടക്കത്തിലേക്ക് നാം മടങ്ങിപ്പോയേ. If you want to know how God wanted the church to be, go back to Acts chapter 2, 3, 4, 5. 21-ാം നൂറ്റാണ്ടിന്റെ ഈ ആരംഭ നാളുകളിൽ ദൈവത്തിന്റെ സഭ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ പെന്തക്കോസ്ത് നാളിന് ശേഷമുള്ള ദൈവസഭയെ ശ്രദ്ധിക്കണം. You know, if you were living in the days of Acts chapter 2, there'd be absolutely no controversy about baptism in the Holy Spirit. അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായം എഴുതപ്പെട്ട ആ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കുമായിരുന്നില്ല. On the day of Pentecost, there was no argument whether there is such a thing called baptism in the Holy Spirit or no such thing. പെന്തക്കോസ്ത് നാളിലെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ അറിയാം, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒന്നുണ്ടോ, അത് പ്രാപിക്കാമോ, അത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചുള്ള തർക്കങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. Why have all these things come up now?
എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഉപദേശ വ്യത്യാസങ്ങൾ എങ്ങനെ വന്നു? Exactly like Jesus said, because of the hardness of your heart. യേശു പറഞ്ഞു തന്നെയാണ് അടിസ്ഥാന കാരണം. ഹൃദയത്തിന്റെ കാഠിന്യമാണ് ഈ തരത്തിലുള്ള വ്യത്യസ്ത ചിന്തകളുടെ അടിസ്ഥാനം. തുടക്കത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നാം മനസ്സ് വെക്കുമോ? The whole purpose of God for man. മനുഷ്യനോ വേണ്ടിയുള്ള ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും എന്താണുള്ളത്? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന. തുടക്കത്തിലേക്ക് നിന്റെ മനസ്സുമായി നീ പോകുമോ? Okay, let's go back to Genesis 1. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക്, ദൈവവചനത്തിന്റെ തുടക്കത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. See what was God's purpose for man when he created him. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതം എന്തായിരുന്നു എന്ന് നോക്കുക. Let's read a little slowly and not rush through this. നമുക്കൊരല്പ സാവധാനത്തിൽ വായിക്കാം, സമയം തീർന്നു പോയിട്ടില്ല. And then you will see what his purpose is for you and me. അങ്ങനെ നാം ചെയ്യുമെങ്കിൽ, സാവധാനതയിൽ ദൈവവചനത്തിലേക്ക് നാം തിരിഞ്ഞാൽ, നിങ്ങളെയും എന്നെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. When God made man, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ he said something. ദൈവം പറഞ്ഞ കാര്യം ഇവിടെ രേഖപ്പെടുത്തി. Before he made man, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപ് ഈ ഹൃദയത്തിലെ ആലോചന സമയത്ത് തന്നെ, this is the purpose with which I am making man. ദൈവം പറഞ്ഞത് ഈ ഉദ്ദേശത്തോടുകൂടിയാണ് ഭൂമിയിൽ ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുവാൻ പോകുന്നത്. Complete description there. അത് വളരെ വിശദമായിട്ട് അവിടെ വിവരിച്ചിട്ടുണ്ട്. Before he made man. മനുഷ്യനെ ഉളവാക്കുന്നതിന് മുൻപ് തന്നെ ദൈവം അത് നിർണയിച്ചു. Verse 26. 26-ാം വാക്യം ശ്രദ്ധിച്ച് വായിക്കുമോ? First of all, ഒന്നാമതായി, they have to reflect our image and our likeness. നാം സൃഷ്ടിക്കുവാൻ പോകുന്ന മനുഷ്യർ നമ്മുടെ സ്വരൂപം, നമ്മുടെ സാദൃശ്യം ഇത് പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കും. What is the number one purpose with which God has saved your soul? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെ, വിലയേറിയ ആത്മാവിനെ കർത്താവ് രക്ഷിച്ചതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്താണെന്നറിയാമോ? So that you can show forth the likeness of Christ in your character and in your life. നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കുവാൻ കഴിയണം. അതിനാണ് കർത്താവ് നിങ്ങളെ രക്ഷിച്ചത്. This is right at the beginning. ഇത് തുടക്കത്തിലെ തന്നെയുള്ള ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതമാണ്, വീഴ്ചയ്ക്ക് മുമ്പുള്ള കാര്യമാണ്. When Jesus came to earth, he said, if you have seen me, you have seen the Father. യേശു ഭൂമിയിൽ വന്ന സമയത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ നിങ്ങൾ പിതാവിനെ And he കണ്ടിരിക്കുന്നു. said, as the Father sent me, I send you now. കർത്താവ് തന്നെ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനിപ്പോൾ നിങ്ങളെ അയക്കുന്നു. So you must go and say to people, if you have seen me, you've seen what Jesus Christ is like. നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, നിങ്ങൾ എന്നെ കാണുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ കാണുകയാണ്. You know what it means to be a witness for Jesus Christ? യേശുവിന്റെ സാക്ഷിയാകുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? We think it's just to give a tract or tell somebody Christ died for you. നമ്മൾ പലരും വായിക്കുന്നത് ഒരു ട്രാക്ട് കൊടുത്തിട്ട് യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ്, You shall be my witnesses. യേശു പറഞ്ഞത് നിങ്ങൾ എന്റെ സാക്ഷികളാകും. Jesus was a witness for the Father. പിതാവിന്റെ സാക്ഷ്യം വഹിച്ചവനായിരുന്നു ഭൂമിയിൽ യേശു. What did he say? യേശു എന്താ പറഞ്ഞത്? If you have seen me, you have seen the Father. യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ പിതാവിനെയും കണ്ടിരിക്കുന്നു. How will you be a witness for Christ? നിങ്ങൾക്ക് എങ്ങനെയാണ് യേശുവിന്റെ സാക്ഷിയാകുവാൻ കഴിയുന്നത്? You have seen me, you have seen what Jesus is like. എന്നെ കണ്ടോ സ്നേഹിത, യേശു ഇങ്ങനെയാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. My wife should see in her husband what Jesus would be like if he lived in this house. എന്റെ ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവില് യേശു എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന് കാണുവാൻ കഴിയണം. Not a preacher. അവളൊരു പ്രസംഗകനെ അല്ല എന്നിൽ The കാണേണ്ടത്. world is full of preachers. ലോകം മുഴുവൻ പ്രസംഗകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. My children who observe me 24 hours a day should be able to say, I've seen what Jesus is like because I saw my Father. ദിവസത്തിന്റെ 24 മണിക്കൂറും എന്നെ അടുത്ത് ശ്രദ്ധിക്കുന്ന എന്റെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ കാണേണ്ടത് സ്വർഗീയ പിതാവിനെയാണ്, അവരുടെ ഭൗതിക പിതാവായ എന്നിൽ. My co-workers and people I work with in my church, സഭയിൽ ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ സഹോദരന്മാർ, they should be able to say, I saw the attitude Jesus had to money when I saw this brother. ഈ സഹോദരനുമായിട്ട് അടുത്തിടപഴകിയപ്പോൾ യേശുവിന് ഭൂമിയിലെ തന്നെ ശിഷ്യന്മാരുടെ മധ്യേ പണത്തോടുണ്ടായിരുന്ന മനോഭാവം എനിക്ക് അവനിൽ കാണുവാൻ കഴിയും. That's what they should say about you. സഹോദരൻ, നിന്നെക്കുറിച്ച് സഹോദരൻ, If you have seen me, അതാണ് മറ്റുള്ളവർ പറയേണ്ടത്. if you have seen me, you have seen Jesus. നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയണം. If that is not true, അത് സത്യമല്ലെങ്കിൽ you know what we should do? നാം എന്താണ് ചെയ്യേണ്ടത്? We should go and bury our face in the dust and say, Lord,
have mercy on me. നാം ഒട്ടും വൈകാതെ നാം നമ്മുടെ ഭവനങ്ങളിൽ ചെന്നിട്ട് നിലത്തെ പൊടിയിൽ നമ്മുടെ മുഖം അമർത്തി വെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം അനുദപിക്കണം. Lord, how shall I be a witness for Christ? കർത്താവേ, എനിക്ക് എങ്ങനെ ഫലപ്രദമായി അങ്ങയുടെ സാക്ഷിയായിരിക്കാൻ കഴിയും? And the Lord will say to you, അങ്ങനെ നിങ്ങൾ ഹൃദയം വെച്ച് കർത്താവിനോട് ചോദിച്ചാൽ അവിടുന്ന് പറയും എങ്ങനെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന്. you shall receive power when the Holy Spirit is come upon you, and you shall be my witnesses. കർത്താവ് നിശ്ചയമായും ഇത് നിങ്ങളുടെ ആത്മാവിൽ എഴുതും. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളാകും. I remember the days when I used to cry out and weep for the baptism in the Holy Spirit. പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞ് വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്ന നാളുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. I remember the day after God filled me with the Holy Spirit. കർത്താവ് എന്റെ ആത്മാവിനാൽ എന്നെ നിറച്ചതിന് ശേഷമുള്ള അടുത്ത ദിവസത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. The Lord said to me, കർത്താവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, like the Holy Spirit came upon Mary to produce Christ in her, the Holy Spirit has come upon you to produce Christ in you. പരിശുദ്ധാത്മാവ് മറിയുടെ മേൽ കടന്നു വന്നിട്ട് ദൈവപുത്രനെ അവളുടെ ഉള്ളിൽ ഉരുവാക്കിയതുപോലെ യേശു ക്രിസ്തുവിനെ നിന്റെ ഉള്ളിൽ ഉരുവാക്കുവാനാണ് ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്നത്. I was so excited. ഓ കർത്താവിന്റെ ആ വാക്കുകളുടെ മുൻപിൽ എന്റെ ഹൃദയം തുടിക്കാനിടയായി. I knew I could not make myself like Jesus. എനിക്ക് ഉറപ്പായിരുന്നു എന്റെ സ്വന്തം പരിശ്രമം കൊണ്ട് എനിക്ക് യേശുവിനെ പോലെ ആകുവാൻ കഴിയുകയില്ല എന്ന്. I can't preach like Jesus. എനിക്ക് യേശുവിനെ പോലെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും I wanted to. എന്നാൽ അങ്ങനെ പ്രസംഗിക്കാനും അങ്ങനെ ജീവിക്കുവാനും എനിക്ക് ആശയമുണ്ടായിരുന്നു. The answer was, the Holy Spirit will come upon you. ആ ആഗ്രഹത്തിനുള്ള ദൈവത്തിന്റെ മറുപടി ഇതായിരുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അത് സാധിക്കും. Not only you'll become in my image, നീ എന്റെ സാദൃശ്യത്തിലും എന്റെ സ്വരൂപത്തിലും നീ ആയിത്തീരും. അത് മാത്രമല്ല, verse 26, 26 വാക്യത്തിൽ let ഇങ്ങനെ them കാണുന്നു, rule over everything on this earth. ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന സകല ചരാചരങ്ങളുടെ മേലും എല്ലാറ്റിന്റെയും ഇതേ അവൻ വാഴട്ടെ എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. That's the second thing. രണ്ടാമത്തെ കാര്യം അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. Everything on this earth I must rule over. ഈ ഭൂമുഖത്തുള്ളതായിരിക്കുന്ന എല്ലാറ്റിന്റെയും ഇതേ ഞാൻ വാഴുന്നവനായിരിക്കണം. And I go to God and I say to him, ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറയുന്നു എന്ന് വിചാരിക്കുക, Lord, money rules over me. കർത്താവേ, ഇന്ന് പണം എന്നെ വാഴുകയാണ്. But I'm supposed to, money is a thing of the earth. പണം ലോകത്തിന്റെ ഒരു കാര്യമാണെന്നുള്ളതിന് സംശയമുണ്ടോ? Gold is the dust of the earth. പൊന്ന് വിലയേറിയതായിരിക്കാമെന്ന്, പക്ഷെ ഭൂമിയിലെ പൊടി പോലെയാണ് ദൈവത്തിന്റെ മുമ്പിൽ അതിന്റെ it must have no power over me. I have to rule over it. പണത്തിനോ സ്വർണത്തിനോ മറ്റ് ലോകത്തിലെ ഒന്നിനോ എന്റെ മേൽ യാതൊരു അധികാരവും ഉണ്ടാകാൻ പാടില്ല. Pretty looking girls that you see, നീ കാണുന്ന സുന്ദരമുഖമുള്ളതായിരിക്കുന്ന പെൺകുട്ടികള്, അവർ നിന്റെ മേൽ what is വാഴും. their face made of? Dust. അവരുടെ സൗന്ദര്യമുള്ള മുഖം എന്തുകൊണ്ടുണ്ടാക്കിയതാ? നിലത്തെ മണ്ണ്. You're supposed to rule over the earth, not let that rule over your mind. ലോകത്തിന്റെ മീതെ നീ ജയാളിയായി വാഴേണ്ടവനാണ്. ആ മണ്ണ്, ആ മൺപൊടി നിന്നെ വാഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. What type of Christian is this who's ruled by pretty faces and ruled by gold? സ്വർണം കീഴടക്കിയിരിക്കുന്ന, സൗന്ദര്യമുള്ള മുഖങ്ങൾ കീഴടക്കിയിരിക്കുന്ന ക്രിസ്ത്യാനി, അവൻ ഏതു തരത്തിലുള്ള ക്രിസ്ത്യാനിയാണ്? What is he saying? Abraham is our father or so and so is our leader. No use. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, ഇന്ന ഇന്ന ദൈവദാസനാ ഞങ്ങളുടെ ആത്മീക നേതാവ് എന്നൊക്കെ പറഞ്ഞ് മേനി പറഞ്ഞിട്ട് എന്നെ കാര്യം? Brother, sister, lay hold of eternal life. എന്റെ പ്രിയ സഹോദര സഹോദരി, നിത്യജീവനെ കയറി പിടിക്കുക. Get to know Jesus. യേശുവിനെ അറിയുന്ന Seek to be കാര്യത്തിൽ filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനായി നിന്റെ മനസ്സിനെ ഒരുക്കുക. And don't be led astray by all these extreme fanaticism on that doctrine of the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉപദേശങ്ങളിലെ കാട് കയറിപ്പോകുന്ന ആളുകളുടെ വഞ്ചനയിൽ കുടുങ്ങാതെയും ഇരിക്കുക. The Holy Spirit comes to make us witnesses for Jesus. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുന്നത് യേശുവിന്റെ സാക്ഷികളാക്കേണ്ടതിനാണ്. People who look at us can see the gentleness and the patience of Christ. നമ്മെ ശ്രദ്ധിക്കുന്നവർക്ക് യേശുവിന്റെ സൗമ്യതയും അവിടുത്തെ താഴ്മയും നേരിട്ട് കണ്ടറിയുവാൻ ഇടയാകേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ അവൻ പകരുന്നത്. You know, I've had different brothers who work with me in the office in CFC. ബാംഗ്ലൂരിലെ CFCയില് എന്നോടൊപ്പം കർത്താവിന്റെ വേലയില് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പല സഹോദരന്മാരുണ്ട്. Over many years. പല വർഷങ്ങളായിട്ട് ഞങ്ങൾ സഹപ്രവർത്തകരാണ്. And
I've always asked myself this question. ഞാന് കൂടെ കൂടെ ഈ ചോദ്യം എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. Have they seen Jesus in me? അവർക്ക് എന്റെ ജീവിതത്തില് യേശുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? When they do something wrong, അവരേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് തെറ്റിപ്പോയാൽ, do I lose my temper like all the bosses in earthly offices? ലോകത്തിലെ ഓഫീസുകളിലെ മേലധികാരികള് കോപിഷ്ഠരാകുന്നത് പോലെ, കഠിന വാക്കുകൾ ഉപയോഗിക്കുന്ന പോലെ ഞാൻ പെരുമാറാറുണ്ടോ? What do they see in me? അവരെന്നിൽ എന്താണ് കാണുന്നത്? What do people who do business with me see in me? ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ബിസിനസ് കാര്യങ്ങളിൽ എന്നോട് ഇടപെടുന്നവര് എന്താണ് എന്നിൽ കാണുന്നത്? A person has to do some financial transaction with me. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പണമിടപാടുകൾ എന്നോട് നടത്തണമെന്നുണ്ടെങ്കിൽ, Do they see Jesus in me? അവരെന്നിൽ യേശുവിന്റെ Do മനോഭാവം they see that കാണുന്നുണ്ടോ? I handle money just like Jesus Christ? കർത്താവായ യേശു ക്രിസ്തുവിന് പണത്തെ എങ്ങനെയാണ് അവൻ കണ്ടത്, അതുപോലെയാണോ ഞാനും പണത്തെ കാണുന്നത്? Can I deal in total purity when dealing with a woman or a girl, just like Jesus would do it? ഏതെങ്കിലും ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടിയോ ഏതെങ്കിലും ഒരു മറ്റു സ്ത്രീയോടോ ഞാൻ ഇടപെടുന്ന സമയത്ത് യേശുവിനെ പോലെ തികച്ചും നിർമ്മലമായിരിക്കുന്ന കണ്ണുകളോടെ മനസ്സോടെ എനിക്ക് ഇടപെടുവാൻ If we കഴിയുമോ? cannot do it, we need to put our mouth in the dust and repent and say, Lord, I'm wasting my time talking about New Testament church. സഹോദരങ്ങളെ, ഈ നിലയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ലെന്ന് വരികില് നമ്മുടെ മുഖത്തെ നമുക്ക് പൊടിയിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പറയാം, ഇങ്ങനെ ഒരു ജീവിതം പാഴാണ്, അർത്ഥശൂന്യമാണ്. So what is the whole purpose of God? ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും ഇന്ന് രാത്രിയിൽ എങ്ങനെയാണ് നാം കൈക്കൊള്ളുന്നത്? To make us like Him. അവനെ പോലെ നമ്മെ ആക്കുക, അതാണ് ദൈവത്തിന്റെ മുഴുവൻ ഉദ്ദേശവും. The likeness and the image of Jesus. യേശുവിന്റെ അതേ രൂപവും അതേ In പ്രതിച്ഛായയും everything. എല്ലാ I മേഖലയിലും. remember when I started preaching, I said, Lord, I don't want to preach like the Americans. I want to preach like Jesus. ദൈവവചനം പ്രസംഗിക്കുന്ന കാര്യത്തിൽ പോലും യേശുവിനെ പോലെ പ്രസംഗിപ്പാൻ കഴിയും. ഞാൻ എന്റെ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, അമേരിക്കക്കാരായ മിഷണറിമാരെ പോലെ മറ്റു പല പ്രസംഗരെയും പോലെ എനിക്ക് പ്രസംഗിക്കേണ്ട. I don't want to pattern myself after Pentecostal preachers. പെന്തിക്കോസ്ത് പ്രസംഗരെ അനുകരിച്ചുള്ള പ്രസംഗവും എനിക്ക് വേണ്ട. I'm not criticizing anybody. ഇവരെ ആരെയും ഞാൻ വിമർശിക്കുകയില്ല, അത് അവരുടെ I'm ശൈലിയായിരിക്കും. only saying I don't want to imitate them. ഞാൻ പറയുന്നതിന്റെ താല്പര്യം ഇത്രേ ഉള്ളൂ, മറ്റൊരു വ്യക്തിയെയും അനുകരിപ്പാൻ എനിക്ക് താല്പര്യം. When I pray, I don't want to pray like a Pentecostal. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെന്തക്കോസ്തുകാരനെ അനുകരിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. I want to pray like Jesus. യേശു എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ആത്മാവ് എനിക്ക് നൽകുന്ന ആ പ്രകാശത്തിൽ അവണ്ണം പ്രാർത്ഥിക്കാനിടയാകും. Many of you admire some particular type of preacher or prayer and you try to be like that. നിങ്ങൾ പലരെയും കുറിച്ചും ഉള്ള ഒരു സത്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിലമതിക്കുന്ന, ബഹുമാനിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ അനുകരിച്ചാണ് നിങ്ങളുടെ പ്രാർത്ഥന, പ്രസംഗം, സാക്ഷ്യമൊക്കെ. You've seen a certain pattern maybe in some Pentecostal church and you imitate that. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് സഭയിലായിരിക്കാം നിങ്ങൾ കണ്ട, നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഏതെങ്കിലും ഒരു പ്രത്യേക മാതൃക നിങ്ങൾ അറിയാതെ ചിലപ്പോൾ അനുകരിക്കുക. You're not gripped by Jesus. യേശുവിനാൽ നിങ്ങളുടെ ഹൃദയം പിടിക്കപ്പെട്ടിട്ടില്ല. You haven't got your pattern from reading the Bible and seeing how Jesus prayed, how He preached, how He lived. ദൈവവചനത്തെ വളരെ അടുത്ത് ശ്രദ്ധിച്ചു വായിച്ച് യേശുവിന്റെ ജീവിതവും പ്രസംഗവും മനോഭാവങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിയുവാൻ മനസ്സുവെച്ചിട്ടില്ല. Jesus is not your hero. Some Pentecostal pastor is your hero. ദുഃഖത്തോടെ പറയട്ടെ, പലരെ സംബന്ധിച്ചിടത്തോളം അവരെ രക്ഷിച്ച യേശു അല്ല അവരുടെ നേതാവ്, അവരുടെ ആരാധ്യ പുരുഷൻ. മറ്റ് ചിലരൊക്കെ ആയിപ്പോയി അവരുടെ ഹീറോസ്. But we can change now. എന്നാൽ ഇന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയെ മാറ്റാം. Right at the beginning He said, let me make this man like me. സൃഷ്ടിയുടെ തുടക്കത്തിൽ ആദ്യ മനുഷ്യന്റെ സൃഷ്ടിക്ക് മുൻപേ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം താൻ പറഞ്ഞു, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. Let him rule over everything on this earth. ഈ ഭൂമുഖത്തുള്ള സകലത്തിന്റെയും മീതെ അവൻ അധികാരം നടത്തട്ടെ, വാഴട്ടെ. I say, Lord, I want that in my life. എനിക്ക് അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രതികരിക്കാനുള്ളത് എന്താ? കർത്താവേ, എനിക്ക് ഇത്തരം ഒരു ജീവിതം വേണം. That's the most wonderful life you can ever live. ഈ ഭൂമുഖത്ത് ജീവിപ്പാൻ കഴിയുന്നതിൽ ഏറ്റവും ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഇങ്ങനെയുള്ള ജീവിതമല്ലേ? Brother or sister, സഹോദരനോ സഹോദരിയോ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരാണെങ്കിലും, let's pray. ഈ ജീവിതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, ഇത് വാഞ്ചിക്കാം. Heavenly Father, സ്വർഗീയ പിതാവേ, we thank you for your tremendous love for us. ഞങ്ങളുള്ളതായിരിക്കുന്ന അങ്ങയുടെ അത്യധികമായ സ്നേഹത്തിനായി നന്ദി കർത്താവേ.
I pray that everyone here will know you as the loving Father you are. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും തന്നെ സ്നേഹനിധിയായിരിക്കുന്ന ഒരു പിതാവായി അങ്ങയെ അറിഞ്ഞു തുടങ്ങണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. It'll be gripped in their heart by the purpose with which you created us and saved us. ഞങ്ങളെ സൃഷ്ടിക്കുകയും വീണുപോയി ഞങ്ങളെ വീണ്ടും രക്ഷിക്കുകയും ചെയ്തത് ഏതൊരു മഹത്തായ ഉദ്ദേശത്തോടെയാണെന്നുള്ളത് ഞങ്ങളുടെ ഹൃദയങ്ങളെ പിടിക്കട്ടെ കർത്താവേ. We pray in Jesus' name. ഞങ്ങളുടെ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ.